ഹലോ ഗൈസ്, ഇന്ന് ഈ ലോകത്ത് സംസാരിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ കേൾക്കാൻ എത്ര പേരുണ്ട്? ഒരു കാര്യം കേട്ടുകൊണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോ ഇല്ലെങ്കിൽ പരിചയക്കാരോ നല്ലൊരു ലിസണർ എത്ര പേരുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കുറയുന്നതായിട്ട് തോന്നും. വളരെ കുറച്ച് പേരെ എ ഗുഡ് ലിസണർ ആയിട്ടുള്ളൂ. കാരണം അതൊരു സ്കില്ല. എ ഗുഡ് ലിസണർ എന്ന് പറയുന്ന ഒരു റെയർ ക്വാളിറ്റിയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. അഡ്വൈസിങ് അല്ലെ ഉപദേശിക്കൽ, അതാണ് ഒരു നല്ല ലിസണർ ആകുന്നതിൽ തടസ്സം നിൽക്കുന്ന ആദ്യത്തെ കാര്യം. അഡ്വൈസിങ്ങിനകത്ത് ഒരാൾ അയാളുടെ ഒരു സങ്കടം വന്ന് പറയുമ്പോൾ ചിലർ ചാടി കയറി ഉപദേശിക്കാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ല ഗുഡ് ലിസണർ ആവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ഒരു നല്ല കേൾവിക്കാരനാവണമെങ്കിൽ ചാടി കയറി ഒരു പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ ചാടി കയറി അത് ഫിക്സ് ചെയ്യാൻ നോക്കരുത്. അത് പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം ആദ്യം അത് നന്നായിട്ട് കേൾക്കാൻ പഠിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിൽ ഒരനിയൻ ചേട്ടൻ്റെ അടുത്ത് ഒരു വിഷമം വന്ന് പറയുക, ചേട്ടാ അവൾ എൻ്റെ ക്ലാസ്മേറ്റ് റിയ, അവൾ എന്നെ തേച്ചു ചേട്ടാ, ഞാൻ അവളെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റണുള്ളതായിട്ട്. അപ്പം ചേട്ടൻ പുള്ളി ഒരു ഉപദേശിയാണ്. പുള്ളി ഇത് പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ, എടാ നീ ചുമ്മാ സമയം കളയല്ലടാ, നീ ഒരു കാര്യം ചെയ്യും, നാഷണൽ ലെവല് UPC അങ്ങോട്ട് പിടിക്കുക. ഇനി അതും പറ്റിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, സ്റ്റേറ്റ് ലെവല് PSC നോക്കാം. ഇനി അതും നിനക്ക് പറ്റില്ലെങ്കിൽ ലോക്കൽ ലെവല് ജിമ്മിൽ പോയി തുടങ്ങും. അപ്പോൾ ഇവിടെ അനിയൻ്റെ പ്രശ്നം മൊത്തം ഒന്ന് കേൾക്കാനൊന്നും പുള്ളിക്ക് സമയമില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് അതിനുള്ളൊരു മനസ്സില്ല. പുള്ളി അപ്പം തന്നെ ആ പ്രശ്നം ചാടിക്കയറി സോൾവ് ചെയ്യാനാണ് നോക്കണം. മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ജോലിയൊക്കെ കഴിഞ്ഞ് ഭാര്യ മടുത്തു വരും. ആ ഭാര്യ ഭർത്താവിനോട്, ചേട്ടാ ഓഫീസിലൊന്നും പറയണ്ട ചേട്ടാ, ഓഫീസിലെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാ, അടുത്ത ആഴ്ചയാണെങ്കിൽ പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യണം, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തവും കിട്ടണമല്ലോ, ഒന്നാമത് മനസ്സിനെന്തോ പോലെ. അപ്പോൾ അത് കേൾക്കുമ്പോഴേ തന്നെ ഭർത്താവ് ആ പ്രോബ്ലം മുഴുവനായിട്ട് കേൾക്കാൻ നോക്കുമല്ലോ, അപ്പം തന്നെ ചാടി കയറി അത് ഫിക്സ് ചെയ്യാൻ നോക്കും, ഉപദേശം തുടങ്ങി. നീ ഒരു കാര്യം ചെയ്യും, യൂട്യൂബിൽ കുറേ ട്യൂട്ടോറിയലുണ്ട് എങ്ങനെ നമുക്ക് ടാസ്ക് ഒക്കെ മാനേജ് ചെയ്യണമെന്നുള്ളത്. ഞാൻ കുറച്ച് ലിങ്ക് നിനക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു AI വന്നിട്ടുണ്ട്, നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭാര്യയുടെ ഉള്ള മൂഡ്, ഓൾറെഡി മോശമായിട്ടിരിക്കും മൂഡ്, ആ മോശമായിട്ടിരിക്കണ മൂഡ് കുറച്ചുകൂടെ ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഓർക്കും, എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ ഈ മനുഷ്യനോട് പ്രശ്നം പറയാൻ തോന്നി, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അടുത്തതായി കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുക. ഒരാളൊരു പ്രശ്നം വന്ന് പറയുകയാണെങ്കിൽ അതിൽ ആരാണ് കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ പറയുന്ന ആളാണോ അതോ വേറൊരാളാണോ? ഒരാളൊരു സന്തോഷം എന്ന് പറയുമ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്? ഇതാണ് കമ്പാരിസൺ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു വീട്ടിലൊരു കൊച്ചുമോൻ അപ്പൂപ്പൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും. അപ്പൂപ്പ, സ്കൂളിലോട്ട് ഞാൻ നടന്നു അപ്പൂപ്പ, എൻ്റെ കാല് വേദനിക്കും, ഇന്നാണെങ്കിൽ കാലിലൊരു മുള്ളു വരെ കൊണ്ട് അപ്പൂപ്പ. അപ്പോൾ അപ്പൂപ്പൻ ഈ പ്രശ്നം കേൾക്കുന്നു. അപ്പോൾ അപ്പൂപ്പൻ കമ്പാരിസൺ തുടങ്ങും. അപ്പൂപ്പൻ എന്ത് കേട്ടാലും കമ്പാരിസൺ. അപ്പൂപ്പൻ പറയും, അതൊക്കെ എൻ്റെ കാലത്ത് ഞാൻ 10 കിലോമീറ്ററാണ് നടന്നുകൊണ്ടിരുന്നത്, അന്നും മുള്ളൊന്നും അല്ല, വലിയ ചോര കുടിക്കണ അട്ടയൊക്കെ കാലിൽ പറ്റുമായിരുന്നു, അതൊക്കെ പിന്നെ തുടച്ച് കളഞ്ഞിട്ടൊക്കെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ സങ്കടം പ്രോപ്പറായിട്ട് കേൾക്കുന്നതിന് വരെ ആരാണ് കൂടുതൽ കഷ്ടപ്പെട്ടതെന്നുള്ള കമ്പാരിസണിലോട്ട് അപ്പൂപ്പൻ പോകും. അവിടെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ ആ കുട്ടി പറയുക, അപ്പൂപ്പ എന്നെ വലിയൊരു എന്താ പറയണേ, ചോര കുടിക്കണ അട്ട എന്നെ കടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ പിന്നെ കമ്പാരിസൺ തുടങ്ങും. എൻ്റെ കാലത്തൊക്കെ എൻ്റെ കാലിൽ പാമ്പാ കടിച്ചോണ്ടിരുന്നത്. ഇനിയിപ്പോൾ ആ കുട്ടി പറയുക, എന്നെ പട്ടി കടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അപ്പൂപ്പൻ പറയും, എന്നെയൊക്കെ എൻ്റെ കാലത്ത് പേപ്പട്ടിയാണ് കടിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് പോലും ഞാൻ പിടിച്ചു. അപ്പോൾ കമ്പാരിസൺ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രശ്നം പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല. ആരാണ് കൂടുതൽ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളൊരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം വന്ന് പറയുക, എനിക്കിത് ഇന്ന എക്സാമിന് നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അന്നേരം കമ്പാരിസൺ, അത് അന്നേരം അടുത്ത വീട്ടിലെ കൊച്ചിന് അതിന് നല്ല മാർക്കുണ്ടെന്ന് പറയും. കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കുക. ബീയിങ് റൈറ്റ്. ഇവിടെ സംസാരിക്കുന്നവർ അവരുടെ സ്വന്തം ഭാഗത്ത് മാത്രമാണ് ശരിയെന്ന് കരുതുന്നു.
മറ്റേയാളുടെ ഭാഗത്തുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ചാനൽ ചർച്ചകളിൽ എല്ലാ ദിവസവും രാത്രിയിലാണല്ലോ നമ്മളെല്ലാം കാണുന്നതാണ്. കുറേ വലിയ ആളുകൾ വരും, ചർച്ച ചെയ്യും. ഈ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഓരോ ആളുകളും സ്വന്തം ആശയങ്ങൾ, സ്വന്തം പാർട്ടി അത് മാത്രമാണ് ശരിയെന്ന് കരുതിയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ തെറ്റുകളുണ്ടായാൽ പോലും, അല്ലെങ്കിൽ തെറ്റുകൾ അവർക്ക് ബോധ്യമുണ്ടായാൽ പോലും അവരത് മറച്ചു വെച്ചിട്ട് അത് ന്യായീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ബീയിങ് റൈറ്റിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതിയിലിരിക്കുമ്പോൾ നമുക്ക് എതിർ പാർട്ടിക്കാരനോ ഇല്ല എതിര് സംസാരിക്കുന്ന ആശയങ്ങളുള്ളവരുടെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പം എന്നും ഒരേ സ്ഥായി ഭാവത്തിൽ പോകും. എന്നുവെച്ചാൽ തെറ്റുകളെ ന്യായീകരിക്കുക, സ്വന്തം പാർട്ടിയിൽ സ്വന്തം ആശയം തന്നെ ശരിയെന്ന് വാദിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ വേറൊരു നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് വിവാഹബന്ധങ്ങളിൽ പലപ്പോഴും നമുക്കിത് കാണാൻ സാധിക്കാറുണ്ട്. ഭാര്യ ഭർത്താവ് വഴക്കിൽ പരസ്പരം ഇപ്പോൾ വഴക്ക് കൂടുമ്പോൾ അവർ സ്വന്തം തെറ്റ് പറയാണ്ട് മറ്റേയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനും സ്വന്തം ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാനേ അവിടെ ശ്രമിക്കത്തുള്ളൂ. കാരണം സ്വന്തം ഭാഗത്തെ ശരി എന്നാൽ അടിയുറച്ച് വിശ്വസിച്ച് അങ്ങനെയാണ് മുന്നോട്ട് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് സ്ഥാപിക്കാൻ നോക്കുമ്പോൾ മറ്റേയാളുടെ ആ സൈഡ്, മറ്റേയാൾക്ക് എന്താ പറയാനുള്ളത്, മറ്റേയാളുടെ അവസ്ഥ എന്താണ്, മറ്റേയാളുടെ മാനസികാവസ്ഥ എന്താണ്, ഇത് പലപ്പോഴും കാണാൻ പറ്റാതെ പോകും. അപ്പോൾ അതാണ് ബീയിങ് റൈറ്റ് നല്ലൊരു ലിസണർ ആവുന്നതിൽ വലിയൊരു തടസ്സം. അടുത്തതായി ഡ്രീമിങ്, അല്ലെങ്കിൽ സ്വപ്നം കാണൽ. സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണാൻ. എന്നാൽ ഒരു നല്ല കേൾവിക്കാരനാവുന്നതിൽ സ്വപ്നം കാണൽ അത്ര നല്ലൊരു ക്വാളിറ്റി ആവില്ല. ഇവിടെ ഡ്രീമിങ്ങിനകത്ത് ഒരാളൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് വെച്ച് കേൾക്കുന്നയാൾ വേറൊരു സ്വപ്ന ലോകത്തേക്ക് അങ്ങ് പോകും. ഒരു ഉദാഹരണത്തിന് ഒരാൾ വന്നിട്ട് കൂട്ടുകാരനോട് പറയാം, എൻ്റെ ജോലിയൊക്കെ പോയടാ, ഇന്ന് മുതലാളി എന്നോട് ചൂടായി. അപ്പോൾ അത് കേട്ടപ്പോഴേ തന്നെ കൂട്ടുകാരൻ ഒരു സ്വപ്ന ലോകത്തോട്ട് പോകാൻ തുടങ്ങി. കൂട്ടുകാരനിങ്ങനെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ ആലോചിക്കുക പഴയ കാലം, പണ്ട് ജോലി ഉണ്ടായിരുന്ന കാര്യം, പണ്ട് അവിടെ വെച്ച് സുന്ദരിയായ മഞ്ജുവിനെ പരിചയപ്പെട്ടത്, പണ്ട് ഓഫീസിൽ വെച്ച് ചീട്ട് കളിച്ചത്, അങ്ങനെ ഓരോന്നോർത്തോർത്ത് സ്വപ്ന ലോകത്തോട്ടങ്ങ് പോകാൻ തുടങ്ങും. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുന്ന വിഷമമൊന്നും കേൾക്കുന്നയാൾക്ക് അയാളുടെ ചെവി കൂടെ അങ്ങ് കയറിയിട്ട് അതൊന്നും എഫക്റ്റ് ഇല്ല, ആ അവസ്ഥയിലോട്ട് പോയി. നല്ലൊരു കേൾവിക്കാരനാവുന്നതിൽ തടസ്സം നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ജഡ്ജിങ്. ജഡ്ജിങ്ങിനകത്ത് ഒരാളെ, അല്ലെങ്കിൽ അയാൾ പറയാൻ പോകുന്നത് മുൻവിധിയോടെ കാണുന്നതാണ് ജഡ്ജിങ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ ആവാം, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നതാവാം, വ്യക്തിയുടെ സാഹചര്യമാവാം, എന്തുവാം, അതിനെ മുൻവിധിയോടെ കാണുന്നതാണ് ജഡ്ജിങ്. അപ്പോൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേര് സംസാരിക്കുമ്പോൾ അതിനിടയിൽ ഒരു മതിലുണ്ടാവുകയാണ്. അപ്പോൾ ആ മതിൽ കാരണം, അദൃശ്യമായൊരു മതിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ മതിൽ കാരണം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാനോ ശ്രദ്ധിക്കാനോ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ നമ്മൾ മണ്ടനായിട്ടാണ് കാണണമെങ്കിൽ അപ്പോൾ ഒരു അദൃശ്യമായൊരു മതിൽ അവിടെ വന്നേക്കും. അപ്പോൾ അയാൾ ചിലപ്പം ചില നല്ല കാര്യങ്ങൾ പറയണ്ടാവും, പക്ഷെ നമ്മൾ ഈ മണ്ടൻ എന്നുള്ളൊരു ലേബലിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു മുൻവിധിയോടെ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കാണാണ്ട് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കലൂരിൽ ഒരു വലിയ ഓഫീസുണ്ട്, മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു വലിയ ഓഫീസ്. അപ്പോൾ ആ ഓഫീസിൽ പ്രൊജക്റ്റ് ലീഡർ, അപ്പോൾ പ്രൊജക്റ്റ് ലീഡറിൻ്റെ പേര് ഇപ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പീറ്റർ ഫ്രാൻസിസ് എന്നാണ് അയാളുടെ പേര്. അയാൾ വലിയ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച വലിയ പുള്ളിയാണ്. അപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന വിഷ്ണു സാധാരണ അടുത്തുള്ളൊരു സാധാരണ കോളേജിലാണ് പഠിച്ചത്. വിഷ്ണു ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാളാണ്, എന്ന് വെച്ചാൽ വളരെ താഴത്തെ തട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്, സാമ്പത്തികമായിട്ടില്ല. അപ്പോൾ പീറ്റർ ഫ്രാൻസിസ്, അതായത് ഈ പ്രൊജക്റ്റ് ലീഡർ, വിഷ്ണുവിനോട് നല്ല പുച്ഛ. കാരണം വിഷ്ണു ഈ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചിട്ടില്ല, വിഷ്ണു ഒരു സാധാരണ എന്താ പറയണ, ഇല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലി എന്നുള്ളതാണ്, അങ്ങനെ വലിയ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് വിഷ്ണുവിനെ കാണുന്നത്. അപ്പോൾ ഈ വിഷ്ണു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പം പല നല്ല ഐഡിയാസും പറയാറുണ്ട്, പക്ഷേ പീറ്റർ ഫ്രാൻസിസിന് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. കാരണം പീറ്റർ ഫ്രാൻസിസിൻ്റെ മുന്നിൽ ഒരു മതിൽ പീറ്റർ ഫ്രാൻസിസ് ഈ ജഡ്ജിങ്ങിലൂടെ ഇട്ട് വെച്ചേക്കും. അപ്പം ആ ഒരു സംഭാഷണത്തിൽ വിഷ്ണു പറയുന്ന പല നല്ല കാര്യങ്ങളും പീറ്റർ ഫ്രാൻസിസിന് ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അതാണ് ജഡ്ജിങ്ങിൻ്റെ ഒരു കുഴപ്പം. നല്ലൊരു കേൾവിക്കാരനാവുന്നതിൽ തടസ്സം നിൽക്കുന്ന മറ്റൊരു സംഭവമാണ് പ്ലക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജഡ്ജിങ് പോലെ മതിലൊന്നുമില്ല, അദൃശ്യമായ മതിലല്ല, പകരം കേൾക്കുന്നത് അങ്ങ് ശ്രദ്ധിക്കണില്ല. അതായത് ഒരാൾ മറ്റേ ആൾ
പറയുന്നത് കേൾക്കും. പക്ഷേ എന്ത് കേട്ടാലും ഒരുമാതിരി റോബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റെസ്പോൺസ് തരുന്ന പോലെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അതായത് അതെ അതെ, ശരിയാണ്, പൊളിയാണ്, ഇജ്ജ് പൊളിക്ക് മുത്തേ, നമ്മ ഫുൾ സപ്പോർട്ടാണ് എന്നും പറഞ്ഞ് കുറേ ഓട്ടോമാറ്റിക്കായിട്ടുള്ള റെസ്പോൺസ് എന്ത് പറഞ്ഞാലും ആ ഒരു റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ അതാണ് പ്ലക്കേറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് കാണിക്കാനും കേൾക്കുന്നയാൾ ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് കാണിക്കാനും വഴക്കൊഴിവാക്കാനും ഒക്കെയാണ് ഈ പ്ലക്കേറ്റിംഗ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഭാര്യ പുതിയ ഉടുപ്പിട്ടു, പുതിയ ഡ്രസ്സ് മേടിച്ചു, എന്നിട്ട് ആ ഡ്രസ്സ് ഭർത്താവിനെ കാണിക്കുക. അപ്പോൾ ഭാര്യ അവിടെ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും നല്ല അഭിപ്രായമോ അല്ലെങ്കിൽ വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് ഭാര്യ അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഭർത്താവ് പതിവ് പോലെ തന്നെ അടി പൊളി 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 കിടും കിടും കിടും, സൂപ്പർ സൂപ്പർ സൂപ്പർ, അതെ അതെ അതെ, ഇത് ശരി ഇത് ശരി, ഇത് മതി ഇത് മതി. അപ്പോൾ പുള്ളിക്ക് എന്ത് പറഞ്ഞാലും ഈ ഒരു റെസ്പോൺസേ ഉള്ളൂ. കാരണം പുള്ളിക്ക് സമയം അത്രയും ചിലവഴിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധിക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസിൽ ഈ പ്ലക്കേറ്റിംഗ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധത്തെ കുറച്ച് കഴിയുമ്പോൾ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ പ്ലക്കേറ്റിംഗ് വഴി പാസീവായിട്ടുള്ള ലിസണിങ്ങേ നടക്കുള്ളൂ. ഒരു ആക്റ്റീവായിട്ടുള്ള ലിസണിങ്, നമ്മളതിൽ എൻഗേജ് ചെയ്യാനുള്ള ആ ഒരു സംഭാഷണത്തിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പ്ലക്കേറ്റിംഗ് ചെയ്യുമ്പം ആ പറയുന്ന ആൾക്ക് പിന്നെ സ്വയം വിലയില്ല എന്നുള്ള രീതിയിൽ തോന്നാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ ആയിട്ടുള്ള സംഭാഷണം പയ്യെ പയ്യെ പിന്നെ ഒഴിവാക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് പ്ലക്കേറ്റിങ്ങിൻ്റെ കുഴപ്പം. അടുത്തതായി ഡീ റെയിലിംഗ്. റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാളം, ഡീ റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളം തെറ്റുക. ഒരാളൊരു കാര്യമൊന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കയറി വേറെ എന്തെങ്കിലും പറഞ്ഞ്, പ്രത്യേകിച്ച് തമാശ പറയുകയോ അല്ലെങ്കിൽ എൻറ്റയർലി വേറൊരു ടോപ്പിക്ക് പറഞ്ഞ് ആ സംസാരിക്കുന്ന ആളുടെ ആ ടോപ്പിക്കിനെ മൊത്തം പാളം തെറ്റിച്ച് മറ്റൊരു ടോപ്പിക്കിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഡീ റെയിലിംഗ്. ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോളേജിൻ്റെ പൊന്നോമനയായ വിവേകിൻ്റെ ബ്രേക്കപ്പ്. വിവേക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഹോസ്റ്റലിൽ വരിക. ബോയ്സ് ഹോസ്റ്റലിൽ വന്നിട്ട് കൂട്ടുകാരൻ റഫീഖിനോട് പറയുകയാണ്, അളിയ, എൻ്റെ പൂജ, ഞാൻ അവളെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ, പക്ഷെ പൂജ എന്നെ ചതിച്ചളിയ. അപ്പോൾ റഫീഖ് അത് കേട്ടപ്പോഴേ തന്നെ കുഴിമന്തി കഴിക്കാൻ പോയാല. വിവേക് പ്ലിങ്. വിവേകിന് മനസ്സിലായി റഫീഖിനോട് പറഞ്ഞിട്ടല്ലേ, ഇവനെപ്പം നോക്കിയാലും കുഴിമന്തിയുള്ളൂ. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ കൂട്ടുകാരൻ രാഹുലുണ്ട്. അപ്പോൾ അടുത്ത മുറിയിലോട്ട് അവിടെ രാഹുലുണ്ട്. എന്നിട്ട് രാഹുലിൻ്റെ അടുത്ത് വന്ന് സങ്കടം എന്ന് പറയും, അളിയ പൂജ അവൾ എന്നോട് ഇത് ചെയ്യുന്നത് ഞാൻ ഓർത്തില്ല. അപ്പോൾ രാഹുൽ അത് കേട്ടപ്പോഴേ എന്നെ ചളി തുടങ്ങി. ഡേയ്, ഇങ്ങനെ തേപ്പ് കിട്ടിക്കൊണ്ടിരിക്കുക, നീ ആരുടെ അയൺമാനാ? വിവേക് പിന്നെ പ്ലിങ്. ചുരുക്കി പറഞ്ഞാൽ വിവേകിനെ മനസ്സിലാക്കുന്ന കൂട്ടുകാരില്ലെന്ന് വിവേകിന് തോന്നി. അടുത്തതായി ഐഡൻറ്റിഫൈ. ഇവിടെ എന്ത് കേട്ടാലും സ്വന്തം കാര്യമായിട്ട് കണക്ട് ചെയ്യും. ഒരാളൊരു സങ്കടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തം സങ്കടമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് പണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതാ ഇതാന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് തുടങ്ങും. ഇനി അതേസമയം വേറൊരാൾ വന്നൊരു സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വന്തം സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ചുരുക്കി പറഞ്ഞ ഒരാൾ എന്ത് വന്ന് ഇങ്ങോട്ട് പറഞ്ഞാലും അതെല്ലാം സ്വന്തം കാര്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കണക്ട് ചെയ്ത് പിന്നെ ആ സ്വന്തം കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഐഡൻറ്റിഫൈ. ഇപ്പോൾ ഒരു ഉദാഹരണം, അയൽവക്കത്ത് 2 ചേച്ചിമാർ. അപ്പോൾ അതിലൊരു ചേച്ചി, എൻ്റെ കൊച്ചിന് ഫുൾ A+ കിട്ടി. അപ്പോൾ മറ്റേ ചേച്ചി, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് ഡിസ്റ്റിങ്ഷനൊക്കെ ഉണ്ടായിരുന്നേ. അന്ന് മന്ത്രിയുടെ കയ്യിൽ നിന്ന് എനിക്ക് വലിയ സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങ് സ്വന്തം പൊങ്ങച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആ 10ൽ ഫുൾ A+ കിട്ടിയ കുട്ടിയെ അഭിനന്ദിക്കുകയോ ഇല്ല ആ വിശേഷം കുറച്ച് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുന്നതിന് പകരം അത് സ്റ്റാർട്ടിങ്ങിൽ അതിനെ കേട്ടപ്പം തന്നെ സ്വന്തം വിശേഷത്തിലോട്ട് പിന്നെ അങ്ങ് പോകും. ഇനി മറ്റൊരു ഉദാഹരണം, പട്ടാളം പുരുഷ നാട്ടിലെത്തി. ആദ്യം തന്നെ ചായക്കടയിലോട്ട് വന്നു. അടുത്തിരുന്നയാൾ ഇന്നലെ രാത്രി കള്ളം കയറിയ കാര്യം പറഞ്ഞു. അപ്പം അടുത്തിരുന്നയാളുടെ വീട്ടിൽ കള്ളം കയറിയ കാര്യം പറഞ്ഞു. അപ്പോൾ പുരുഷ ഇത് കേട്ടോണ്ടിരിക്കും. പുരുഷ അപ്പം തന്നെ, പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്ന സമയത്ത് ഒരു കള്ളൻ കയറി, 6 അടി പൊക്കം ഉണ്ടായിരുന്നു, ബഹുത്ത് ബെടാ ചോർ. പക്ഷെ എന്നോടാ കളി, അവനെ ഞാൻ അതിസാഹസികമായി കീഴ്പ്പെടുത്തി. പിന്നെ അങ്ങ് പുരുഷുവിൻ്റെ സ്വന്തം കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അടുത്തിരിക്കുന്നവർ എന്ത് കാര്യം പറഞ്ഞാലും അതുമായിട്ട് കണക്ട് ചെയ്ത് പുരുഷു സ്വന്തം കാര്യം പറയാൻ തുടങ്ങും. പിന്നെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ പുരുഷുവിൻ്റെ ഒരു പ്രസംഗം മൊത്തത്തിൽ. പുരുഷ നാടിന് വേണ്ടി ചെയ്യുന്നതിനെ തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ പുരുഷ ഒരു നല്ല ലിസണറല്ല.
ഒരു നല്ല കേൾവിക്കാരനാവുന്നതിൽ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മളിന്ന് അറിഞ്ഞിരിക്കുന്നു. അതേതൊക്കെയാണ്? അഡ്വൈസിങ്, കമ്പാരിസൺ, ബീയിങ് റൈറ്റ്, ഡ്രീമിങ്, ജഡ്ജിങ്, പ്ലക്കേറ്റിംഗ്, ഐഡൻറ്റിഫൈങ് ആൻഡ് ഡീറെയിലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലൊരു ലിസണർ ആവുന്നതിൽ നമുക്ക് തടസ്സം നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം കാര്യത്തിലാണേലും മറ്റുള്ളവർ ചെയ്യുന്നതാണേലും ഇനി മുതൽ തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഗുഡ് ബൈ.